ഭാരതീയ ചിന്താധാര ഉജ്ജ്വലമാകുന്നു. ഡോക്ടർ ദീപക് ചോപ്രയുടെ 6ാമത്തെ പുസ്തകം റിട്ടേൺ ഓഫ് ദ ഋഷി, ഭാരതീയ ചിന്താധാരയുടെ തിരിച്ചുവരവ് എന്ന് പറയുന്ന റിട്ടേൺ ഓഫ് ദ ഋഷി ഒരൊറ്റ വർഷം കൊണ്ട് 14-15 എഡിഷൻ പ്രസിദ്ധീകരിച്ചു വിതരണം ചെയ്യാൻ സാധിച്ചു എങ്കിൽ ഭാരതീയ ചിന്താധാരകൾക്ക് മുമ്പിൽ ലോകം തലകുനിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മെഡിസിന്റെ ഭാഗമാണ്. യോഗ എന്ന് പറയുന്നത് ഹെൽത്തിന്റെ ഭാഗമാണ്. ത്രൂ ഔട്ട് ദ വേൾഡ് അനലൈസ് ചെയ്തു. ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കൂടുതൽ വരുന്ന സമയം ഏതാണ്? കൃത്യമായിട്ട് ഒന്നുകിൽ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, ഇല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത്. കാരണമുണ്ട്. അത്രയും നേരം ഹൊറിസോണ്ടലായി കിടന്നിരുന്ന ബോഡി പെട്ടെന്ന് വെർട്ടിക്കൽ ആവുകയാണ്. 6-7 മണിക്കൂർ ഹാർട്ടിന് താങ്ങേണ്ടി വരുന്ന ലോഡ് വളരെ കുറവാ കിടക്കുന്ന വ്യക്തിയില്. ഇയാള് പെട്ടെന്ന് കുത്തി എഴുന്നേറ്റ് ചാടുമ്പോൾ ഈ ശരീരത്തിന്റെ ഏറ്റവും ചുവട്ടിൽ നിന്ന് ബ്ലഡ് സക്ക് ചെയ്ത് തിരിച്ചു കറക്കാൻ ശരീരം കൊടുക്കേണ്ടി വരുന്ന ടെൻഷന്റെ സഡൻ വേരിയേഷൻ കാരണം ഔട്ട് ഓഫ് ദ ടോട്ടൽ ഹാർട്ട് അറ്റാക്സ് ടേക്കിംഗ് പ്ലേസ് 23 മുതൽക്ക് 27% വരെ ഹാർട്ട് അറ്റാക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ കിടക്കയിലേക്ക് പോയി പെട്ടെന്ന് കിടക്കുമ്പോഴോ ഉണ്ടാവുന്നതാണ്. ഈ പെട്ടെന്ന് എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പല്ല് തേക്കാതെ പോലും കയ്യും കാലും കഴുകാതെ പോലും കിടക്കയിൽ ഇരുന്ന് മന്ത്രം ചൊല്ലാൻ പറയാൻ കാരണം. അതിന് മറ്റൊരു ലക്ഷ്യമുണ്ട്. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുക, ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുക, ബ്ലഡ് സർക്കുലേഷനെ കൺട്രോൾ ചെയ്യുക. ഇത് മോഡേൺ സയൻസ് കൊടുത്ത ഇന്റർപ്രിട്ടേഷൻ അല്ലേ? അതെ, മോഡേൺ സയൻസ് കൊടുത്ത ഇന്റർപ്രിട്ടേഷനാ. പഴയ ആൾക്കാർക്ക് അത് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ അവരൊന്നും മനസ്സിലാക്കി, ഇഫ് യു ആർ ഡൂയിങ് ലൈക്ക് ദിസ് ഇറ്റ് ഈസ് ഗുഡ്. അതുപോലെ മക്കളോട് പറയും നാമം ജപിച്ച് കിടക്കാൻ. നാമം ജപിക്കേണ്ടത് പൂജാമുറിയിലല്ലേ, എന്തിനാ കിടക്കയിൽ ജപിക്കുന്നത്? അവിടെ കുറെ നേരം ഇരിക്കണം, പെട്ടെന്ന് ചെന്ന് കിടക്കരുത്. നിന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി കിടക്കാൻ പോകുന്നതിന് മുൻപ് ഇൻ ബിറ്റ്വീൻ ഒരു സ്റ്റേജ് ഉണ്ട്, ഇരിക്കുക എന്ന സ്റ്റേജ്. ഇരുത്തണം. വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ അയാൾ ഇരിക്കില്ല. ഒരാത്മീയതയുടെ ഒരു ചെറിയ മേമ്പൊടി കൂടി കൊടുത്ത് നാമം ജപിക്കാൻ പറയുമ്പോൾ അത് എണ്ണം പറയണം. എന്തിനാ എണ്ണം പറയുന്നത്? നാരായണ 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 108 പ്രാവശ്യം ജപിക്കാൻ കാരണം 2 മിനിറ്റ് ഇരിക്കണം. ഈ 2 മിനിറ്റ് ഇരിക്കണമെങ്കിൽ 108 പ്രാവശ്യം ജപിക്കണം. ഒരു 11 പ്രാവശ്യം ജപിച്ചാൽ പോരെ? എന്നാ ഇന്ന് മാത്രം 11, നാളെ മുതൽക്ക് 108 വേണം. കാരണം 108 നമ്പറിന് ഒരു പ്രത്യേക മെസ്സേജ് ഉണ്ട്. അത് പണ്ടുള്ളവർ അതേപോലെ കൊടുത്തിട്ടില്ല. അത് വസ്തുതയാണ്. അത് മോഡേൺ സയൻസ് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? മോഡേൺ സയൻസ് ഇട്ട് പറഞ്ഞിട്ടായാലും ഞങ്ങൾ പറഞ്ഞല്ലോ. ദാറ്റ് ഈസ് ദി ആൻസർ. സോ മെനി തിങ്സ് വിച്ച് വി ആർ ഫേസിങ് നൗഡേയ്സ്. ഈ കാര്യം നോക്കുമ്പോൾ വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. എന്താ വടക്കോട്ട് തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ? ഞാൻ സൗദി അറേബ്യയിലായിരുന്നപ്പോൾ വടക്ക് തന്നെ ഏതാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വടക്കോട്ടാ തലവെച്ച് കിടന്ന, ഞാൻ ചത്തില്ലല്ലോ. ചാവാതിരിക്കാൻ കാരണം അച്ഛനമ്മമാർ ചെയ്ത പുണ്യം. കാരണം വളരെ സിമ്പിളാ. 9 ഗ്രാം ഇരുമ്പ് ശരീരത്തിനകത്തുണ്ട്. അത് ഹീമോഗ്ലോബിൻ ആയിട്ടിരിക്കുന്നു. ഈ ഹീമോഗ്ലോബിനുള്ള അയേണുമായിട്ട് വടക്കോട്ട് തലവെച്ച് കിടന്നാൽ ഈ ഹീമോഗ്ലോബിനുള്ള അയേൺ മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് അലൈൻ ചെയ്യുന്നു. ഭൂമിയിലെ മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് അലൈൻ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ കഴുത്തിന് താഴെ ഒരു സ്ഥലത്തും ഒരു പ്രശ്നവുമില്ല. കാരണം എല്ലാ ബ്ലഡ് വെസലും സഫീഷ്യന്റ്ലി ഡയമീറ്റർ കൂടുതലുള്ളതാണ്. പക്ഷെ ബ്ലഡ് വെസൽ ഏറ്റവും നാരോ ആയിട്ടുള്ളത് തലയിലാണ്. ഏറ്റവും കുറവ് ഡയമീറ്റർ ഉള്ള ബ്ലഡ് വെസൽസില് ഹീമോഗ്ലോബിനിലൂടെ ഒരു ചെറിയ ബ്ലോക്ക് വന്നാൽ ആ ബ്ലോക്കിന്റെ ഇമ്പാക്റ്റ് യഥാർത്ഥത്തില് ഒന്നില്ലെങ്കിൽ ബുദ്ധി കുറവ്, ഓർമ്മ കുറവ്, അതുപോലെ തന്നെ തലവേദന, തലകറക്കം, ഈ 4-5 അസുഖങ്ങൾക്ക് കാരണമാകാൻ ഒരു കാരണം ഈ മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് ശരീരം അലൈൻ ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിന്റെ ഫ്രീ ഫ്ലോ ഒഴിവാകുന്നതാണ്. അതിനുവേണ്ടി അവര് പറഞ്ഞു. അങ്ങനെ നന്മകൾ പറഞ്ഞതുണ്ടെങ്കിൽ അത് മുഴുവനും സ്വീകരിച്ച് ഒരു ദിവസം ഉപവാസം ഇരിക്കാൻ പറഞ്ഞാൽ ഈ 35 അടി നീളമുള്ള ഈ ഇൻഡസ്ട്രൈൻ ഒന്ന് ക്ലീൻ ചെയ്യല. നമ്മൾ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാറില്ലേ?
ഒരു ദിവസം വെള്ളമൊന്നും ഒഴിക്കാതെ ക്ലീൻ ആക്കി ചെയ്യുന്നത് പോലെ, വീട് വൈറ്റ് വാഷ് ചെയ്യുന്നത് പോലെ ഉജ്ജ്വലമായി ഈ രീതിയിൽ ഒരു ക്ലീനിങ് നടത്തുകയാണ്. അപ്പൊ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് ഓഫീസിൽ പോവൽ. വ്രതം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കുന്നത് വ്രതം. മറ്റേത് ഒരിക്കല്. ഭക്ഷണം കഴിക്കാതെ ഏത് കാര്യവും ചെയ്യാം, അത് ഒരിക്കലേ ആവുന്നുള്ളൂ. ഒരിക്കലിനെ വ്രതമാക്കി മാറ്റണമെങ്കിൽ ഈശ്വരോപാസന കൂടി അതിനകത്ത് വേണം, എങ്കിലേ അതാവുകയുള്ളൂ. ഇവിടെ 2 ദിവസം മുമ്പ് സംസാരിച്ച ഡോക്ടർ സാംബശിവൻ, അദ്ദേഹം 15 ക്ഷേത്രത്തിലെ തന്ത്രിയ, ന്യൂറോ സർജൻ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ന്യൂറോ കൺസൾട്ടന്റ് ആണ്. മിലിറ്ററിയുടെ ന്യൂറോ കൺസൾട്ടന്റ് ആയതുകൊണ്ട് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച പാകിസ്ഥാനിൽ പോയിട്ട് ന്യൂറോളജിക്കൽ സൊസൈറ്റീസിന്റെ സമ്മേളനത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇദ്ദേഹം മിലിറ്ററിയുടെ കൺസൾട്ടന്റ് ആയിരുന്നു. അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, ഗണപതി ഹോമം നടത്തുന്നത് കൊണ്ട് പ്രയോജനമുണ്ടെന്ന് അങ്ങക്ക് തെളിയിക്കാൻ പറ്റുമോ? അദ്ദേഹം കുറച്ച് പെട്രി ഡിഷ് എടുത്ത് അതിനകത്ത് പലതരത്തിലുള്ള ബാക്ടീരിയയെ വളർത്തി എന്നിട്ട് പലതരത്തിലുള്ള പുകയിൽ കൊണ്ട് കാണിച്ചടച്ചു വെച്ചു. ഗണപതി ഹോമത്തിന്റെ പുകയിലും കാണിച്ചടച്ചു വെച്ചു. ഗണപതി ഹോമത്തിൽ നിന്ന് വരുന്ന പുക, ആ പുകയേറ്റ പെട്രി ഡിഷിനകത്ത് ഒരൊറ്റ ബാക്ടീരിയയും ജീവനുള്ളതുണ്ടായിരുന്നില്ല. മറ്റുള്ളതെല്ലാം പല ബാക്ടീരിയയും ചത്തു, വേറെ പല അധികം ബാക്ടീരിയകൾ വളരുന്നുണ്ടായിരുന്നു. അതിന് കാരണം ഗണപതി ഹോമത്തിന്റെ ആത്മീയതയും ഗണപതി വന്ന് തലക്കി വെച്ച് കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടല്ല, ഗണപതി ഹോമത്തിലെ നാളികേരം തീയിലിടുമ്പോൾ ഉണ്ടാകുന്ന പൈറസീൻസ് പവർഫുൾ ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആണ്. പൈറസീൻ, PYRAZINES. ഈ പുതിയ വീട്ടിലേക്ക് കയറുമ്പോൾ ഗണപതി ഹോമം നടത്തി കയറാൻ കാരണം ആ ഗണപതി ഹോമത്തിന്റെ പുക വന്ന് വീടിന്റെ ചുമര് മുഴുവനും ഒരു ചെറിയ ആവരണം ഉണ്ടാക്കുകയാണ്. പെസ്റ്റിസൈഡ് തളിക്കുന്ന മാതിരി സമ്പൂർണമായിട്ടുള്ള ഒരു ആവരണം വീടിനകത്തുണ്ടാകുമ്പോൾ ആരോഗ്യത്തിന് അത്യുത്തമമാണത്. മക്കളെ എണ്ണ തേച്ച് കുളിപ്പിച്ച്, എണ്ണ തേച്ച് വെയിലത്ത് കളിക്കാൻ വിടുന്ന അമ്മമാരുണ്ട്. കാരണം വേറൊന്നുമല്ല, വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാകരുത്. എന്നാ പിന്നെ എണ്ണ തേക്കുന്നത് എന്തിനാ? വളരെ സിമ്പിളാ. ഈ മണ്ണിന്റെ പൊടി ശരീരത്തിൽ വരുമ്പോൾ ആ പൊടിയിലുള്ള ബാക്ടീരിയ ശരീരത്തിന്റെ പുറത്തുള്ള ഒരൊറ്റ സ്വെറ്റ് പോറിലും ഏൽക്കില്ല. ആയുർവേദം എന്ന് പറയുന്നത് ചികിത്സാ സമ്പ്രദായത്തിന്റെ അവസാന വാക്കാണ്. അതുപോലെ സസ്യാഹാരം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് അത്യുത്തമമാണ്. വിശ്വസുന്ദരി ഒരു മുഖേ കഴിഞ്ഞ ആഴ്ചയിൽ കൊടുത്തിരുന്ന ഒരു അഭിമുഖത്തിന്റെ, യുക്താമുഖേ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിന്റെ ഒരംശം ഇന്ത്യ ടുഡേയിൽ വന്നിരുന്നു. നിങ്ങളുടെ ബ്യൂട്ടിയുടെ രഹസ്യം എന്താണ് എന്ന ചോദ്യത്തിന് അവർ പറയുകയായിരുന്നു, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വേദമന്ത്രാസ് ആൻഡ് വേദിക് ഡയറ്റ്. വേദമന്ത്രങ്ങളും വേദിക് ഡയറ്റുമാണ് യൂണിവേഴ്സൽ വിശ്വസുന്ദരിയുടെ സൗന്ദര്യത്തിന്റെ ലക്ഷണം. ഈ ഡിക്ലറേഷൻ വന്ന ഉടനെ എന്റെ വീട്ടിലേക്ക് 5-6 ടെലിഫോൺ കോൾ വന്നു. എന്താ വേദിക് ഡയറ്റ്? ഞാൻ വെജിറ്റേറിയൻ ഡയറ്റ് എന്ന് കേട്ടിട്ടുണ്ട്, വേദിക് ഡയറ്റ് എന്ന് ഞാൻ കേട്ടിട്ടില്ല. പിന്നീടാ മനസ്സിലായത്, ഫ്രഷ് മിൽക്ക്, ഫ്രഷ് ആയിട്ടുള്ള തൈര്, പകുതി ചൂടാക്കിയ നെയ്യ്, അതുപോലെ പകുതി വേവിച്ച വെജിറ്റബിൾസ്, ഏതാണ്ട് 1/4 ഭാഗം വേവിച്ച ചോറ്, അത് നാട്ടുണക്കൽ പച്ചരിയുടെ ഇതുമാതിരി ചേർന്നതാ വേദിക് ഡയറ്റ്. ഈ വേദിക് ഡയറ്റാണ് യുക്താമുഖയുടെ സൗന്ദര്യത്തിന്റെ കാരണമെന്ന് അവരുടെ കോച്ചായ ഡോക്ടർ മർച്ചന്റ് അവര് പറയുമ്പോൾ ലോകം ഇപ്പോൾ കുത്തിയൊലിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡിലേക്കല്ല, വേദിക് ഫുഡിലേക്കാണ്. അതായത് ഏതാണ്ട് ഒരു 7000 വർഷം ലോകം തലകുത്തി മറിയാൻ പോകുന്നത് പോലെ ഒരനുഭവം എവിടെയും കാണാൻ സാധിക്കും. ഈ ഒരു ചിന്താധാര ശാസ്ത്രീയ യുഗത്തിലേക്ക് പോവുകയാണ്, ഈശ്വരീയ ചിന്താധാര. പക്ഷേ ചില സ്ഥലത്ത് നമുക്ക് അപാകതകളുണ്ട്, അത് പരിഹരിക്കണം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതെയാകണം. ബ്രാഹ്മണ മേധാവിത്വം എന്ന തെറ്റിദ്ധാരണ ഇല്ലാതെയാകണം. ഓരോരുത്തരോടും പറയണം, ബ്രാഹ്മണ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നവർക്ക് ശൂദ്രോപി ശീലസമ്പന്നോ ബ്രാഹ്മണാത് ഗുണവാൻ ഭവേത്. ഏതു ശൂദ്രനാണെങ്കിലും സമ്പന്നമായ ശീലം കൊണ്ട് ബ്രാഹ്മണനേക്കാൾ ഉയരാൻ സാധിക്കും. ബ്രാഹ്മണോപി ക്രിയാഹീന ശൂദ്രാത് പ്രത്യവരോ ഭവേത്. കർമ്മം ചെയ്യാത്ത ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ എത്രയോ താഴെയാണ്. വേദവ്യാസൻ, വിശ്വാമിത്രൻ,
അതുപോലെ തന്നെ ആപസ്തംഭൻ, ഭരദ്വാജൻ, ഐതരേയൻ, ഇവരെല്ലാവരും ബ്രാഹ്മണരായിരുന്നില്ല. അവരെല്ലാം മറ്റു ജാതിക്കാരായിരുന്നു. അവർ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നവരായിരുന്നു. ബ്രാഹ്മണനായി ജനിച്ച ആളായിരുന്നു ദ്രോണാചാര്യര്. ദ്രോണാചാര്യര് ബ്രാഹ്മണ്യം വേണ്ടെന്ന് വെച്ച് ക്ഷത്രിയനായി യുദ്ധകളത്തിൽ ഇറങ്ങിയ ആളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നമുക്ക് സാധിച്ചിരുന്നു. ഈ രാഷ്ട്രം നാരായണ ഗുരുവിനെയും ചിന്മയാനന്ദനെയും മാതാ അമൃതാനന്ദമയി ദേവിയെയും സായിബാബയെയും തുടങ്ങിയ ശ്രേഷ്ഠന്മാരായ ഋഷിവര്യന്മാരെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയും അവരുടെ മുമ്പിൽ ആരാധനാപൂർണമായി ബ്രാഹ്മണരടക്കം നമസ്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പൈതൃകം ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല. ഇറ്റ് ഹാസ് ഗോട്ട് thousands and thousands of years of heritage and inspiration. അതാണ് നമ്മുടേത്. അതുപോലെ തന്നെ അനാചാരങ്ങളുണ്ട്. ശൂലം കുത്തി ഈശ്വരന്റെ മുമ്പിൽ തുള്ളുക. ഏത് മുരുകദേവനും എന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മുറിവ് കൊണ്ട് ഒരു ഈശ്വരപ്രീതി പ്രതീക്ഷിക്കരുത്. ഇതം ശരീരം തു കൗന്തേയ ക്ഷേത്രമിത്യവതീയതേ. ഈ ശരീരത്തില് ശൂലം തറച്ച് വേദനയുണ്ടാക്കുന്ന ഒരു കർമ്മവും ഈശ്വരീയമാണെന്ന് പറയാൻ സാധ്യമല്ല. അതുപോലെ തന്നെ കനലിലൂടെ, തീയിലൂടെ നടന്ന ഈശ്വര പ്രസാദം. എന്റെ ശരീരം പൊള്ളിയിട്ട് ഏത് ഈശ്വരനാ സന്തോഷിക്കാൻ പോകുന്നത്? എന്തിനാ ഈ അനാചാരം ഉണ്ടാക്കുന്നത്? നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇന്നത്തെ കാലത്ത് നല്ല ദിവസമായ ബർത്ത്ഡേയുടെ അന്ന് ഒരു കേക്ക് വെച്ച് കുറെ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രേതകർമ്മം പോലെ അത് ഊതിക്കെടുത്തി കേക്ക് മുറിക്കാറുണ്ട്. ഒരൊറ്റ ചോദ്യം: ജ്യോതിഷ് ശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗ്രഹ്യതാം. സൂര്യന് പോലും വിളക്ക് വെച്ചവരാണ് നമ്മള്. ആ വിളക്ക് ഊതിക്കെടുത്തി കേക്ക് മുറിക്കുന്നതിന് പകരം ആ വിളക്ക് കത്തിച്ചു വെച്ച് ഇഷ്ടമുള്ളവനെ പ്രാർത്ഥിച്ച് ആ കേക്ക് മുറിക്കുകയല്ലേ നല്ലത്? എന്തിനാ ഊതിക്കെടുത്തി ആ പുകയുടെ അക്രോലീൻ എന്ന കാർസിനോജനിക്, ക്യാൻസർ ഉണ്ടാകുന്ന പുകയും ശ്വസിച്ച് അതിന്റെ മുമ്പിൽ കേക്ക് മുറിക്കുന്നതിനേക്കാൾ എത്രയോ ഉജ്ജ്വലമാണ് രണ്ട് കയ്യും കൂപ്പി തൊഴുതുകൊണ്ട് കേക്ക് മുറിക്കുകയോ പായസം മുറിക്കുകയോ പാത്രം പൊട്ടിക്കുകയോ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. എന്തിനാ ഇത് ഊതിക്കെടുത്തുന്നേ? അത് ആർക്കും അറിഞ്ഞൂടാ. എല്ലാവരും ഊതുന്നു, ഞാനും ഊതുന്നു. ഒരൊറ്റ ശ്വാസത്തിന് നികൃഷ്ട കർമ്മം. എല്ലാം മെഴുകുതിരിയും കെടുത്തുക. വിളക്ക് കത്തിച്ചു വെച്ചായിക്കൂടെ? ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ 100% അന്ധമാണത്. കണ്ണ് കാണാൻ പറ്റാത്ത അത്രയും അന്ധമായ ഒരു വിശ്വാസമാണ്. അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റണം. അതുപോലെ തന്നെ ഉജ്ജ്വലമായ ഒരു കർമ്മപന്ഥാവിലേക്ക് ഭാരതീയ ചിന്താധാരയെ നയിക്കണം. ശാസ്ത്രീയമായ വീക്ഷണം ഉണ്ടാകണം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധി ഉണ്ടാകണം. ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യവും കൂടി ഞാൻ ഇവിടെ അല്പം നെഗറ്റീവ് പറയാൻ ഉപയോഗിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ അതിരുദ്ര യജ്ഞത്തോടനുബന്ധിച്ച് 260ഓളം ക്ഷേത്രങ്ങള്, തമിഴ്നാട്ടിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ദീപജ്യോതിസ് ഇവിടെ വന്നിരുന്നു അത്രേ. വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യം, തമിഴ്നാട്ടിൽ നിന്ന് വന്നവരിവിടെ ഉണ്ടെങ്കിൽ അവരോട് ഒരു അഭ്യർത്ഥനയാണ്. അവിടുത്തെ ക്ഷേത്രം വൃത്തിഹീനമാണ്. ക്ഷേത്രം ദുർഗന്ധം വമിക്കുന്നതാണ്. ക്ഷേത്രത്തിനകത്ത് അനവധി വ്യക്തികൾ കിടന്നുറങ്ങാറുണ്ട്. അവിടെ തന്നെ തുപ്പാറുണ്ട്. അവിടെ തന്നെ ദുർഗന്ധം വമിക്കുന്ന ക്ഷേത്രം ഒരു കാരണവശാലും ബിസിനസ് സെന്റർ ആയിട്ട് വളരാൻ അനുവദിച്ചുകൂടാ. ഓരോ ക്ഷേത്രവും നിറഞ്ഞ ചൈതന്യമുണ്ടാകണമെങ്കിൽ ആസ് ഈസ് ദ ബോഡി സോ ഈസ് ദ ടെമ്പിൾ, ആസ് ഈസ് ദ മാക്രോകോസം സോ ഈസ് ദ മൈക്രോകോസം. ക്ഷേത്രം ചൈതന്യവത്തായിരിക്കണം. ശരീരം വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയുള്ള ആധാരത്തിലെ വൃത്തിയുള്ള ആധേയമായ മനസ്സുണ്ടാവുകയുള്ളൂ. വൃത്തിയുള്ള ക്ഷേത്രത്തിലെ വൃത്തിയുള്ള ഈശ്വര ചൈതന്യം ഉണ്ടാകൂ. അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിലും ശുചീന്ദ്രമടക്കമുള്ള ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്ക് പൂജാരിമാരെ കാണുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്. സാധാരണ രീതിയിൽ ആ പൂജാരിയെയാണ് ആ ക്ഷേത്ര വിഗ്രഹത്തിന്റെ പിതാവായിട്ട് കാണുക. കാരണമുണ്ട്. കാർത്യായന്യൈ വിദ്മഹേ കന്യാകുമാരിയൈ ധീമഹി തന്നോ ദുർഗാ പ്രചോദയാത്.
ദുർഗാ ഭഗവതി ആഗച്ഛ ആഗച്ഛ ആവാഹയാമി എന്ന് പറഞ്ഞ് ദുർഗാദേവി വിഗ്രഹത്തിലേക്ക് ചൈതന്യം പകരുന്നത് പൂജാരിയാണ്. അതുകൊണ്ട് ക്ഷേത്ര വിഗ്രഹത്തിന്റെ പിതൃസ്ഥാനമാണ് പൂജാരിക്കുള്ളത്. തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളിലേക്ക് പോയാൽ ആ പൂജാരിക്ക് പിതൃസ്ഥാനം ഇല്ലെന്ന് മാത്രമല്ല, പോലീസുകാരന്റെ സ്ഥാനമാണ് ചിലപ്പോൾ ഉള്ളതെന്ന് തോന്നിപ്പോകും. ഉജ്ജ്വലമായ ചൈതന്യത്തിലൂടെ നിലനിർത്തേണ്ട ആ ഐശ്വര്യത്തെ പ്യുവർ ബിസിനസ് ആക്കി നടത്തുന്നത് തമിഴ്നാട്ടിലെ ശീലമാണ്. എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പോയ സ്ഥലത്തെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ നെഗറ്റീവ്. അത് മാറ്റണം. ക്ഷേത്രങ്ങൾ എൻ്റെ കുടുംബാവകാശങ്ങളാണ്. അത് ഉറക്കെ പറയാൻ കാരണം, തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തേണ്ടത് സ്വകാര്യമായി പറഞ്ഞാൽ എത്തിന്ന് വരില്ല ആ സന്ദേശം. ആ ക്ഷേത്രം ശുദ്ധീകരിക്കേണ്ടത് എന്റെയും നമ്മുടെയും കർത്തവ്യമാണ്. പാറശാലയിൽ നടന്ന ഈ മഹത്തായ കർത്തവ്യം അതിനുകൂടിയുള്ള ഒരു വിളംബരമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയുള്ള ഒരു വലിയ സമൂഹം പ്രവർത്തകരുണ്ട്. അവരിത് ഏറ്റെടുക്കാൻ സാധിക്കും. അവരുടെ ഓരോ വാക്കിനും വിലയുണ്ട്. കാരണം അവരൊന്നും പറയുകയല്ല ചെയ്യുക, അവരെല്ലാം ചെയ്യുകയാണ് ചെയ്യുക. ദേ ആർ ഡൂയിങ് ഇറ്റ് ആൻഡ് നോട്ട് സേയിങ് ഇറ്റ്. അങ്ങനെ ചെയ്യുന്നവര് പറയുന്നത് അനുസരിക്കാൻ ചെയ്യാൻ സന്നദ്ധരുള്ളവർക്ക് സാധിക്കുന്നത് കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ കർത്തവ്യമാണ് തെക്കേ അറ്റത്ത് ഒരു രഥവും പിടിച്ചുകൊണ്ട് അതിനകത്ത് ഒരു ഉജ്ജ്വല കൊടിയും പിടിച്ചുകൊണ്ട് കൃഷ്ണനെ പോലെ അർജുനനെ ഉപദേശിക്കുന്നവരായി തീരാൻ പാറശാലയിലെ പ്രവർത്തകർക്ക് സാധിക്കണം. മറ്റുള്ളവരത് കേട്ട് ക്ഷേത്ര ചൈതന്യം നിലനിർത്താൻ അവനവന്റെ എല്ലാ കർമ്മമണ്ഡലങ്ങളിലും ആരോടും പകവെക്കാനല്ല. നാരായണ ഗുരുവിന്റെ അടുത്ത് കുറെ ക്രിസ്ത്യൻ മിഷണറിമാര് വന്ന് ചോദിച്ചു അത്രേ, ഞങ്ങളെ എല്ലാം അടിച്ചു പുറത്താക്കാനുള്ള ഉദ്ദേശമാണ് അങ്ങക്കെന്ന് തോന്നുന്നു. ഉടനെ നാരായണ ഗുരു പറഞ്ഞു, ഈ നാട്ടില് ഒരാളെയും അടിച്ചു പുറത്താക്കിയിട്ടില്ല. ഈ നാട്ടുകാരെന്നും എല്ലാവരെയും അടിച്ചകത്താക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അടിച്ചകത്താക്കല നമ്മുടെ ഉദ്ദേശം, ആരെയും അടിച്ചു പുറത്താക്കലല്ല. എല്ലാ നന്മകളുടെയും കേന്ദ്രമായി തീരാൻ നമ്മൾ ശ്രമിക്കണം. ഓഫീസുകളിലും ക്ലബുകളിലും എല്ലാ ആക്റ്റീവ് ഏരിയകളിലും ഭാരതീയ ചിന്താധാരകളുടെ ശാസ്ത്രീയാംശങ്ങളെ കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കണം. അത് അവരിലെത്തിക്കണം, അവരെ അറിയിക്കണം. ഈ ജീവിതത്തിന്റെ അവസാന ശ്വാസം എത്തുന്നതിന് മുൻപ് എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ സമാജത്തോടും എൻ്റെ ധർമ്മത്തോടും ഈ രാഷ്ട്രത്തോടുമുള്ള എൻ്റെ കടപ്പാട് തീർക്കണം. കുറെ കാലം ജീവിച്ചത് കൊണ്ട് മഹത്വമില്ല. ജീവിക്കുന്നിടത്തോളം കാലം ഈ ധർമ്മത്തെ അതിനെ ഒരു കാരണവശാലും മതത്തിന്റെ രീതിയിൽ വേണമെന്ന് ഞാൻ ഉപദേശിക്കുകയല്ല. ധാർമ്മിക പന്ഥാവിലൂടെ അവനവൻ ഇഷ്ടമുള്ള ഏരിയ ഉണ്ട്. ഭാരതീയ മെറ്റലർജി ആണെങ്കിൽ മെറ്റലർജി, ഭാരതീയ മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഹെൽത്ത് സിസ്റ്റം, ഫുഡ് സിസ്റ്റം, മാനേജ്മെന്റ് സിസ്റ്റം, സ്പിരിച്വൽ സയൻസ്, ടെമ്പിൾ സ്ട്രക്ചർ, സിവിൽ എഞ്ചിനീയറിംഗ്, ഏതാ വേണ്ടെന്ന് വെച്ചാൽ എടുക്കാം. എക്കണോമിക്സ് ആണെങ്കിൽ ചാണക്യന്റെ അർത്ഥശാസ്ത്രം മുതൽ കൊണ്ട്, ഭാരതീയ നിയമശാസ്ത്രമാണെങ്കിൽ ധർമ്മശാസ്ത്രങ്ങളുടെ 29 പുസ്തകം എൻ്റെ കയ്യിലുണ്ട് എന്ന് വേണമെങ്കിലും വരിക. നമുക്കത് പഠിക്കാൻ സാധിക്കും, അറിയിക്കാൻ സാധിക്കും. പഴയ കാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എക്സൈറ്റഡ് ആകാനല്ല, അവയുടെ നന്മയെടുത്ത് ഈ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഈ തലമുറ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. അവർക്ക് എത്തിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഒരു പക്ഷേ ഭാരതം അടിമത്വത്തിലായ 1000 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ചിന്താധാരകളില് എത്ര ശതമാനം നശിച്ചുവോ അതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നശിച്ചിട്ടുണ്ട്. അത് പഠിക്കാൻ തയ്യാറുള്ളവരില്ലാത്തത് കൊണ്ടാണ്, കുറച്ച് പോളിസിയുടെ പ്രശ്നവുമുള്ളത് കൊണ്ടാണ്. അത് മാറ്റണം. നമ്മൾ വൈകിട്ടില്ല. പഠിക്കാൻ ആഗ്രഹമുള്ള വിഷയങ്ങളെ കുറിച്ച് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക. സാധിക്കുന്നതെല്ലാം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഈ ധർമ്മം 10,000 പേരിൽ ഒരു വർഷം കൊണ്ട് എത്തിച്ചാൽ ഈ വർഷം ജീവിച്ചത് ഏറ്റവും അർത്ഥവത്തായി എന്ന് വിചാരിച്ച് എന്ന വികാരത്തോടു കൂടി ജീവിക്കുന്നവര് കേരളത്തിൽ സഹസ്രാവധിയുണ്ട്.
ആ ചൈതന്യം മറ്റുള്ളവർക്ക് എത്തിക്കണം, അതിന്റെ കർമ്മധർമ്മം എത്തിക്കണം. പാറശാല ദേവസ്ഥാന ക്ഷേത്ര ഭാരവാഹികളോട് ഹൃദയം നിറഞ്ഞ ഒരു നന്ദി കൂടി ഇവിടെ രേഖപ്പെടുത്താനുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എന്ന് പറഞ്ഞ് കുറെ ശാസ്ത്രജ്ഞന്മാരും ഈ ചിന്താധാരയില് ആസക്തി ഉള്ളവരുമായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അടക്കം അംഗങ്ങളായുള്ള ഒരു സംഘടനയില് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ഭഗവത്ഗീത സന്ദേശം എന്ന പുസ്തകവും ഭാരതീയ ഈശ്വര സങ്കല്പവും ശാസ്ത്രവും എന്ന പുസ്തകവും ഇവിടെ പ്രസാദമായിട്ട് കൊടുക്കാൻ സന്നദ്ധത കാണിച്ച ആദ്യത്തെ ക്ഷേത്രം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള പാറശാല ക്ഷേത്രമാണെന്നറിയുമ്പോൾ ഒരു പക്ഷേ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ബ്ലഡ് വെസൽസ് ക്ഷേത്രത്തിനോട് യോജിക്കുന്ന മാതിരിയുള്ള ഒരു ബന്ധം ഈ ക്ഷേത്രവുമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇതിന്റെ പ്രവർത്തകർക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എവിടെയെല്ലാമാണോ ഏതെല്ലാം വിഷയത്തിലാണോ ശാസ്ത്രീയ ചിന്താധാരകൾ അറിയുവാൻ ആഗ്രഹമുള്ളവരുള്ളത്, ആ ക്ഷേത്രത്തിലേക്കായാലും ആ ക്ലബിലേക്കായാലും റെസിഡൻഷ്യൽ അസോസിയേഷനിലേക്കായാലും ഏതു വിധത്തിലുള്ള സംഘടനകൾക്കായാലും പ്രിന്റഡ് വിലക്ക്, അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നതല്ല, പ്രിന്റഡ് കോസ്റ്റില് 100, 200, 500, 1000, 5000 കോപ്പി പുസ്തകങ്ങള് അവർക്ക് എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ ഈശ്വരീയ ധർമ്മം, ശാസ്ത്രീയ ധർമ്മം, ശാസ്ത്രീയ വികാര വിചാരങ്ങൾ 100% ഭാരതീയ ചിന്താധാരയുടെ അനുശാസകരിലും എത്തണം. ഇവിടെ തന്നെ ഹിന്ദുക്കൾ മാത്രമല്ല ഇതിന്റെ അനുശാസകരായിട്ടുള്ളത്. എനിക്ക് അത്ഭുതം തോന്നി പുസ്തകം നോക്കിയപ്പോൾ. ഒരു ഡോക്ടറുണ്ട് തമിഴ്നാട്ടിലെ, അദ്ദേഹം തങ്കരാജാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു ദിവസത്തെ ഭക്ഷണം മുഴുവനും, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റാണ്, അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ട്, ഒരു മജീദ് ഖാൻ ഓഫർ ചെയ്തിട്ടുണ്ട്. അവരെ ചെന്ന് കാണണം. ഒരു യേശുക്രിസ്തുവിനെ ഒന്നും ഹിന്ദുവിന് ഉൾക്കൊള്ളാൻ വലിയ വിഷമമൊന്നുമില്ല. 33 കോടി ദേവന്മാരുള്ള ഹിന്ദുവിന് 33 കോടി ആൻഡ് 1 ചേർക്കാൻ വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല, എല്ലാം ചേർക്കാം. 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 16 ഋഗ്വേദവും 109 യജുർവേദവും 1001 സാമവേദവും 51 അഥർവവേദവും 18 പുസ്തകങ്ങൾ വീതമുള്ള 6 വേദാംഗങ്ങളും 29 സ്മൃതികളും 108 ഉപനിഷത്തുക്കളും 37 ബ്രാഹ്മണങ്ങളും 18 ആരണ്യകങ്ങളും ഷഡ്ദർശനങ്ങളുടെ അനവധി വ്യാഖ്യാനങ്ങളും ഉപവേദങ്ങളായ അർത്ഥശാസ്ത്രവും ധനുർവേദവും ഗന്ധർവവേദവും സ്ഥാപത്യവേദവും കാമശാസ്ത്രവും എല്ലാം തന്നെ ഭാരതീയ ചിന്താധാരയുടെ ആത്മീയവും ശാസ്ത്രീയവുമായ ധാരയുടെ അവിഭാജ്യ ഘടകമായി ചേർക്കാൻ സന്നദ്ധരായ ഞാനും നിങ്ങളും നമ്മളും. ഒരു ബൈബിള് കൂടി ചേർക്കാൻ ഇത്ര വിഷമമുള്ളവരാ? ഒരു വിഷമവുമില്ല. പക്ഷേ നാരായണ ഗുരു പറഞ്ഞതുപോലെ അടിച്ചു പുറത്തു നിൽക്കാനല്ല, അടിച്ചകത്ത് നിൽക്കാൻ തയ്യാറാകണം. ക്ഷേത്രത്തിനകത്ത് വന്ന് തൊഴാൻ തയ്യാറാകണം. ക്ഷേത്ര വിശ്വാസങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഏത് ആരാധകനെയും പ്രോഫറ്റിനെയും സ്വീകരിക്കാൻ ഭാരതീയർക്ക് ഒരു വിഷമവുമില്ല. ഇത് സ്വീകരിക്കണം. കാരണം ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സയന്റിഫിക് തോട്ട് എക്സിസ്റ്റഡ് ആൻഡ് existing in the universe which has got a history of 11,000 years. അത് ശാസ്ത്ര സത്യമായതുകൊണ്ട് നിലനിന്നതുകൊണ്ട് ലോകം മുഴുവനും അത് അംഗീകരിക്കുമ്പോൾ ഇതിനകത്തുള്ള ഹൈന്ദവരും അംഗീകരിച്ചേ മതിയാവൂ. 2 വിഭാഗമേ ഇവിടെ ഉള്ളൂ എന്ന് ചിന്മയാനന്ദൻ പറയാറുണ്ട്. ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും വലിയ വ്യത്യാസമൊന്നുമില്ല. അയൽവക്കത്തുകാരനും അയൽവക്കത്തായിരുന്നവനും എന്ന് പറയുന്നത് പോലെ ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരുമായ 2 വിഭാഗത്തെ ഒന്നാക്കി മാറ്റാൻ വലിയ വിഷമമൊന്നുമില്ല. അതിനുവേണ്ടി ഒരു സ്ട്രെനുവസ് വർക്കൊന്നും ചെയ്യണ്ട, അത് ഒന്ന് തന്നെയാണ് എന്ന് തെളിയിക്കാൻ ആദ്യത്തെ കലശാഭിഷേകം നടത്തിയത് പാറശാല ക്ഷേത്രമാണ്. അതുപോലെ കലൂരിലുള്ള മഹാദേവ ക്ഷേത്രം, പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് 1 മാസം മുമ്പ് പോയപ്പോൾ അവിടെ ഒരാൾ മഹാസങ്കല്പം നടത്തുന്നത് കണ്ടു. ഇടിക്കുള നാമനാസ്യ യജമാനസ്യ, ഇടിക്കുള എന്നു പേരായ എന്റെയും സാറാമ്മ നാമ മമപത്നി, സാറാമ്മ എന്നു പേരായ എന്റെ പത്നിയുടെയും പേരിലുള്ള
ഇന്നത്തെ പൂജ സമാപിക്കുന്നു. ഇടിക്കുളയും സാറാമ്മയും ക്ഷേത്രത്തിനകത്ത് വന്ന് ഒരു മഹാസങ്കല്പം നടത്താൻ തയ്യാറായി എങ്കിൽ ഇത് 21-ാം നൂറ്റാണ്ടിലെ ചേഞ്ചാണ്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ശാസ്ത്രീയമായി അറിയാനും അറിയിക്കാനുമുള്ള കർമ്മമണ്ഡലത്തിലേക്ക് നിങ്ങൾ ആര് ക്ഷണിച്ചാലും സമയവും ആരോഗ്യവും അനുവദിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ പ്രവർത്തകരുണ്ടാകും. ഈ ചൈതന്യം ഓരോരുത്തരിലും എത്തിക്കുക എന്നും പാറശാല ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഒരു വരി പറയാറുണ്ട് ഞാൻ. 70 വർഷക്കാലം ജീവിക്കുമ്പോൾ 60 ടൺ ഭക്ഷണം കഴിച്ച് അവസാനം ഓം സ്മരകൃതോ സ്മരകൃതം സ്മര എന്ന് പറഞ്ഞ് വിറകിന്റെ മുകളിൽ കിടക്കാൻ പോകുന്ന അവസരത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഈ ധർമ്മത്തിനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ദുഃഖിച്ചാൽ ഒന്നും സാധ്യമല്ല. അടുത്ത ജന്മത്തിൽ ഇതെല്ലാം ഓർത്തൊന്നും വരില്ല. അതുകൊണ്ട് ഇന്ന് രക്തത്തിന് സംക്രമണ ശക്തി, സർക്കുലേഷൻ പവർ ഉണ്ട്. മസിൽ ഉദ്ദേശിച്ച മാതിരി അനങ്ങുന്നുണ്ട്, ശരീരം പറഞ്ഞ മാതിരി കേൾക്കുന്നുണ്ട്. ഈ ധർമ്മത്തെ കഴിഞ്ഞ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് എത്തിക്കാൻ പാകത്തിന് നിങ്ങൾക്കെല്ലാവർക്കും ജഗദീശ്വരൻ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർമ്മമണ്ഡലത്തിലെ ഓരോ പ്രവർത്തനവും നിങ്ങളുടെ കൂടി വിളക്കിന്റെ ചൈതന്യമായിരിക്കും എന്നറിഞ്ഞുകൊണ്ട് ആര് ആവശ്യപ്പെട്ടാലും ആര് ആവശ്യപ്പെട്ടില്ലെങ്കിലും ജമ്മു കാശ്മീർ മുതൽക്ക് കന്യാകുമാരി വരെയുള്ള റൂട്ടില് 2 സൈഡിലോ ഒരു സൈഡിലോ കത്തിജ്വലിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റ് ലൈറ്റ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ ചുവട്ടിൽ ആരെല്ലാം വരുന്നു എന്നത് ബോധറിയാറില്ല. അത് എത്രത്തോളം കാലം പ്രകാശിച്ചു കൊണ്ടിരിക്കും, അത് അവിടെ ഇട്ടതിന് ശേഷം ഫ്യൂസ് ആകുന്നത് വരെ അത് പ്രകാശിച്ചു കൊണ്ടിരിക്കും. അതിന്റെ ചുവട്ടിൽ വരുന്നവർക്ക് പ്രകാശം കൊടുക്കുക എന്ന ഉജ്ജ്വല കർത്തവ്യം നടത്തി ആ ബൾബ് ഒരു കാലത്ത് ഫ്യൂസായി പോകുന്നത് പോലെ നമ്മൾക്ക് സാധിക്കുന്ന സന്ദേശം നമ്മുടെ തലമുറയ്ക്ക് എത്തിച്ച് എല്ലാവരെയും പഠിക്കാനും പഠിപ്പിക്കാനും ആഹ്വാനം ചെയ്ത് അതില് ആ ക്ഷേത്രത്തിന്റെ ഒരു ഇഷ്ടികയായി തീർന്ന് ആ കർമ്മമണ്ഡലത്തിലേക്ക് ഉള്ള പന്ഥാവിലൂടെ ചരിക്കാൻ ഈ പാറശാല ക്ഷേത്രത്തിലെ വിഗ്രഹവും ഈശ്വരനും ജഗദീശ്വരനും ഈ കർമ്മമണ്ഡലത്തിലേക്ക് വരാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ ജഗദീശ്വരാനുഗ്രഹവും ഉണ്ട് എന്ന് ഇതിൻ്റെ സംഘാടകരുടെ വാക്കും അവരുടെ മുഖത്തെ തേജസ്സും അവരുടെ ക്ഷീണമില്ലാത്ത പ്രവൃത്തിയും നേരിട്ട് കണ്ട് അനുഭവിക്കാൻ സാധിച്ച സംതൃപ്തിയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.